നമസ്കാരം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നേറവേ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ചൂട് പിടിപ്പിച്ച് വികസന സംവാദത്തിന് കളമൊരുങ്ങുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള സംവാദത്തിനാണ് സാധ്യത ഏറിയത്. സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വ്യക്തമാക്കുന്നത്. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താൻ എത്തുമെന്നും ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്ത് വന്നിരുന്നു. LDF റിപ്പോർട്ട് കാർഡ് പങ്കുവച്ചു, എന്നാൽ ഇതിൽ സംവാദമാകാമെന്നാണ് മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി. സർക്കാരിന്റെ A+ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇതിൽ സംവാദമാകാമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ സംവാദ വെല്ലുവിളി വളരെ നല്ല കാര്യമാണെന്നും ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം നിയമസഭയാണെന്നും എന്നാൽ അവിടെ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. നിയമസഭയിൽ ചോദിച്ചാൽ മറുപടി കിട്ടുമെന്നറിയാം. എന്നാൽ എന്താണ് സഭയിൽ പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയത്? കേരളത്തിന്റെ വികസനത്തിന് പ്രതിപക്ഷം എന്ത് പങ്കാണ് വഹിച്ചത്? കേന്ദ്രം കേരളത്തെ അവഗണിച്ചപ്പോൾ ശബ്ദമുയർത്തിയോ? ഇക്കാര്യങ്ങൾക്ക് എല്ലാം മറുപടി ഉണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ അത്രയും പോലും 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ പണിതിട്ടില്ലെന്ന് സതീശന്റെ അവകാശവാദമുണ്ട്. വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ പദ്ധതികളുടെ കൃത്യമായ കണക്കുകൾ LDF മന്ത്രിമാർ തന്നെ നിയമസഭയിൽ നൽകിയ മറുപടികളിലുണ്ട്. വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏത് വേദിയും തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണെന്നും അദ്ദേഹം ഇന്നലെ വെല്ലുവിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചത്. സമയവും സ്ഥലവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. നുണേശനാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നത് നോക്കാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഭവന പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി എമണ്ട നുണയാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജനങ്ങളോട് വെറുതെ ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞെന്നും കരുത്തും ധൈര്യവും ഉണ്ടെങ്കിൽ തന്റെ ഒപ്പം വന്ന് സംവാദം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പക്ഷം. ഇരട്ടത്താപ്പിന്റെ മറ്റൊരു പേരാണ് CPIM. ഇരട്ടത്താപ്പാണ് CPIMന്റെ പ്രത്യയശാസ്ത്രം. 10 വർഷം തങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാൻ BJP തയ്യാറാണ്. തന്റെ പൊട്ട മലയാളത്തിൽ സംവാദത്തിന് തയ്യാറാണെന്നും തന്റെ മലയാളത്തിനൊപ്പം വസ്തുതയും വിവരങ്ങളും സത്യവുമായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിലെത്തി നിൽക്കെ ഭരണപ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വികസന സംവാദത്തിനുള്ള സാധ്യതകൾ രാഷ്ട്രീയ കേരളത്തെ ആവേശം കൊള്ളിക്കുകയാണ്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അവകാശവാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വെല്ലുവിളികൾ ഏറ്റെടുത്തതോടെ രാഷ്ട്രീയ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരായ നിലപാടുകളും ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിലെ കണക്കുകളും സംവാദത്തിന്റെ പ്രധാന വിഷയങ്ങളായി മാറുമ്പോൾ വസ്തുതകൾ നിരത്തിയുള്ള ഒരു ജനാധിപത്യ പോരാട്ടത്തിനാണ് വഴിതെളിയുന്നത്. അതേസമയം ഭരണപ്രതിപക്ഷ തർക്കങ്ങൾക്കിടയിലേക്ക് BJPയും സജീവമായി രംഗത്തെത്തിയത് സംവാദത്തിന്റെ മാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ A+ പ്രോഗ്രസ് കാർഡിനെതിരെയും LDFന്റെ ഇരട്ടത്താപ്പിനെതിരെയും വസ്തുതകൾ നിരത്തി സംവാദത്തിന് തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചതോടെ മത്സരരംഗം ത്രികോണ സംവാദത്തിന് വേദിയൊരുങ്ങുകയാണ്. ആരുടെ വാദങ്ങളാണ് കൂടുതൽ സത്യസന്ധമെന്നും വികസന കാര്യത്തിൽ ആരാണ് കേരളത്തിൽ കരുത്തായതെന്നും വരും ദിവസങ്ങളിൽ ജനം സംവാദം നടന്നാൽ വിലയിരുത്തുന്നതിനൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം നടപ്പിലാകുമെന്നത് മാത്രമാണ് അറിയേണ്ടത്.